ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ നാടകത്തിനാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വനിതാ സംവരണ ബിൽ അപ്രതീക്ഷിതമായ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രകമ്പനങ്ങളാണ് ഉണ്ടായത്. ഒരു ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 2/3 ഭൂരിപക്ഷം എന്ന കടമ്പ കടക്കാൻ സർക്കാരിന് സാധിക്കാതെ വന്നത് ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയായി. ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ സഭയിൽ പുരോഗമിക്കുമേ ഭരണപക്ഷം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ വോട്ടെടുപ്പിലേക്ക് കടന്നപ്പോൾ കണക്കുകൾ സർക്കാരിന് അനുകൂലമായിരുന്നില്ല. ആകെ 489 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതിൽ 278 പേർ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 211 പേർ ബില്ലിനെ എതിർത്തു. ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ ആവശ്യമായ 360 എന്ന സഖ്യകക്ഷിയിലേക്ക് എത്താൻ ഭരണപക്ഷത്തിന് സാധിക്കാതെ വന്നതോടെ ബിൽ വീഴുകയായിരുന്നു. ബിൽ പരാജയപ്പെട്ട ഉടൻ തന്നെ പ്രതിപക്ഷം ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന കടന്നാക്രമണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഭരണഘടനയെ തകർക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഭരണഘടനയുടെ അന്തസ്സത്ത സംരക്ഷിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയമാണിതെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു. കേവലം ഒരു ബില്ലിന്റെ പരാജയത്തിനപ്പുറം ഭരണഘടനയുടെ മൗലിക തത്വങ്ങളെക്കുറിച്ചുള്ള വലിയൊരു സംവാദത്തിനാണ് പാർലമെന്റ് ഇപ്പോൾ വേദിയായിരിക്കുന്നത്. ഈ അപ്രതീക്ഷിത നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ പ്രചാരണ ശൈലിയെ തന്നെ മാറ്റി എഴുതും. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിനെ കേവലം ഒരു നിയമനിർമ്മാണത്തിന്റെ പരാജയമായല്ല രാഹുൽ ഗാന്ധി കാണുന്നത്. മറിച്ച് സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ ഭരണഘടനയുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിനേറ്റ തിരിച്ചടിയായി അദ്ദേഹം ഇതിനെ വിലയിരുത്തുന്നു. സ്ത്രീകളുടെ പേരിൽ ഭരണഘടനയെ തകർക്കാൻ സർക്കാർ ഒരുതരം ഭരണഘടനാ വിരുദ്ധ തന്ത്രമാണ് പ്രയോഗിച്ചതെന്ന് രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആരോപിച്ചു. ഇന്ത്യ അത് കണ്ടു, ഇന്ത്യ അത് തടഞ്ഞു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രതിപക്ഷം ഒന്നിച്ചു നിന്നുകൊണ്ട് ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിച്ചു എന്ന സന്ദേശമാണ് നൽകുന്നത്. കടമ്പകളെക്കുറിച്ചുള്ള വിമർശനം സംവരണം ഉടൻ നടപ്പിലാക്കുന്നതിന് പകരം സെൻസസ്, മണ്ഡല പുനർനിർണയം തുടങ്ങിയ നിബന്ധനകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയത് സംവരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. ഇത്തരം സങ്കീർണമായ നിബന്ധനകൾ വഴി യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഭരണഘടനയെ ആയുധമാക്കി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമാണിതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. നമുക്ക് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റാനാണ് രാഹുൽ ലക്ഷ്യമിടുന്നത്. ഭരണഘടനയുടെ മൗലിക തത്വങ്ങളെക്കുറിച്ചുള്ള വലിയൊരു സംവാദത്തിനാണ് ഈ ബില്ലിന്റെ പരാജയം പാർലമെന്റിൽ വഴിയൊരുക്കിയത്. സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനയെ വളച്ചൊടിക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ഭരണപക്ഷത്തിന് 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് ബിൽ പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തിന് ലഭിച്ച വലിയൊരു ധാർമ്മിക വിജയമായാണ് അദ്ദേഹം കണക്കാക്കുന്നത്. NDAക്ക് 293 അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും നിശ്ചിത ഭൂരിപക്ഷത്തിൽ 67 സീറ്റുകളുടെ കുറവുണ്ടെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഭരണഘടനയിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വനിതാ സംവരണ ബില്ലിന്റെ പരാജയം കേവലം ഒരു നിയമനിർമ്മാണത്തിന്റെ തകർച്ചയല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര പോരാട്ടത്തിന്റെ തുടക്കമാണ്. ഭരണപ്രതിപക്ഷങ്ങൾ ഈ സംഭവത്തെ എങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കും. നിലകൊള്ളുന്ന ഏകശക്തി തങ്ങളാണെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് ഇതൊരു മികച്ച അവസരമായി മാറിയിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഭരണഘടനയെ തകർക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിക്കുമ്പോൾ സർക്കാരിന്റെ ഏകപക്ഷീയമായ ഭരണശൈലിക്കെതിരെയുള്ള വലിയൊരു ആയുധമാക്കി ഇത് മാറും. ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതിപക്ഷത്തിന് ഈ സംഭവം കരുത്തു പകരുന്നു. ഇന്ത്യയിലെ വലിയൊരു വോട്ട് ബാങ്കായ സ്ത്രീകളുടെ ഇടയിൽ ഈ പരാജയം വലിയ ചർച്ചയാകും. ബില്ല് പരാജയപ്പെട്ടതിൽ കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാടാണെന്ന അമിത്ഷായുടെ ആരോപണവും സംവരണം നടപ്പിലാക്കാൻ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വാദവും തമ്മിലുള്ള വടംവലിയായിരിക്കും ഇനി നടക്കുക. സംവരണം യാഥാർത്ഥ്യമാക്കാൻ വൈകുന്നതിൽ ജനങ്ങൾ ആരെ കുറ്റപ്പെടുത്തുമെന്നത് ഭരണപക്ഷത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. ലോക്സഭയിൽ ഭേദഗതി പാസ്സാക്കാൻ ആവശ്യമായ 360 സീറ്റുകൾ ഇല്ലാത്തത് സർക്കാരിന് മുന്നിലുള്ള വലിയൊരു കടമ്പയാണ്. NDAക്ക് 293 സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കെ സഖ്യകക്ഷികളെ വിശ്വാസത്തിൽ എടുക്കാത്തതും പ്രതിപക്ഷവുമായി സമവായത്തിൽ എത്താതെയും ഇനിയൊരു നീക്കം അസാധ്യമാണ്. നിശ്ചിത ഭൂരിപക്ഷത്തിൽ 67 സീറ്റുകളുടെ കുറവുള്ള സാഹചര്യം ഭരണകക്ഷികൾക്കുള്ളിൽ തന്നെ വലിയ തന്ത്രങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം. സംവരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി സെൻസസും മണ്ഡല പുനർനിർണയവും വേണമെന്ന നിബന്ധന നിയമപരമായ വലിയൊരു വെല്ലുവിളിയാണ്. ഇത് സംവരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദം ജനങ്ങൾ ഏറ്റെടുത്താൽ അത് സർക്കാരിന്റെ വിശ്വാസ്യതയെ ബാധിക്കും. ഈ കടമ്പകൾ എങ്ങനെ ലഘൂകരിക്കാമെന്നുള്ളത് ഭരണകൂടത്തിന് മുന്നിലുള്ള വലിയ ചോദ്യചിഹ്നമാണ്. വനിതാ സംവരണ ബില്ലിന്റെ പരാജയം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ തന്നെ വലിയൊരു വിടവായി അവശേഷിക്കുകയാണ്. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യം ഇതോടെ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. ഈ പരാജയം കേവലം ഒരു ബില്ലിന്റെ തകർച്ചയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കം കൂടിയാണ്. ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ ആവശ്യമായ 360 വോട്ടുകൾ സമാഹരിക്കുക എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന് വലിയൊരു വെല്ലുവിളിയാണ്. NDA സഖ്യത്തിന് 67 സീറ്റുകളുടെ കുറവുള്ള പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു പുതിയ സമവായത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സഭയ്ക്കുള്ളിൽ പരാജയപ്പെട്ടെങ്കിലും ഈ വിഷയം ജനകീയ കോടതിയിലേക്ക് മാറ്റാനാണ് ഇരുപക്ഷത്തിന്റെയും നീക്കം.
സ്ത്രീകളുടെ പേരിൽ ഭരണഘടനയെ തകർക്കാനാണ് സർക്കാർ ശ്രമിച്ചെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ചലനം ഉണ്ടാക്കുമെന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും. അതേസമയം കോൺഗ്രസ് വികസന വിരുദ്ധരും സ്ത്രീ വിരുദ്ധരുമാണെന്ന് സ്ഥാപിക്കാൻ ഭരണപക്ഷവും പരമാവധി ശ്രമിക്കും. മണ്ഡല പുനർനിർണയവും സെൻസസും പോലെയുള്ള നിബന്ധനകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയത് സംവരണം പ്രാവർത്തികമാക്കുന്നത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദം നിഷ്പക്ഷ നിരീക്ഷകരും ഗൗരവത്തോടെ കാണുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരുന്നതിനിടയ്ക്ക് രാജ്യത്തെ പകുതിയോളം വരുന്ന സ്ത്രീജനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. ഈ അപ്രതീക്ഷിത തിരിച്ചടിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ സമഗ്രവും രാഷ്ട്രീയമായി സ്വീകാര്യവുമായ ഒരു പുതിയ ബിൽ ഉടൻ അവതരിപ്പിക്കാൻ ഭരണകൂടത്തിന് കഴിയുമോ എന്നതാണ് രാഷ്ട്രീയ പ്രബുദ്ധമായ ഇന്ത്യ കാത്തിരിക്കുന്നത്. ഭരണഘടനയെ ആയുധമാക്കിയുള്ള ഈ പോരാട്ടം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമോ അതോ കൂടുതൽ ധ്രുവീകരണത്തിലേക്ക് നയിക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.